ടിഫിൻ കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ടിങ്കി പിങ്കി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. എന്തെങ്കിലും ഐഡിയ. ചേച്ചി, ഞാനിപ്പോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ട് വരികയാണ്. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. ഇതെന്താ ചേച്ചി, എന്നും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടല്ലേ ടിഫിൻ കഴിക്കാറുള്ളത്? ഇന്നത്തെ കൂളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ഒന്നുമില്ല, എന്റെ ഇന്റീരിയർ ഡിസൈൻ കോഴ്സ് കഴിഞ്ഞില്ലേ, ഇനി ഇന്ത്യയിലേക്ക് പോകുന്ന തീരുമാനിച്ചു. അതുകൊണ്ട് ഈ ലാസ്റ്റ് 10 days മെമ്മറബിൾ ആക്കി മാക്സിമം എൻജോയ് ചെയ്യണം എനിക്ക്. അല്ല, ഇത് എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ട്? ആദ്യം പറഞ്ഞ കിക്ക് ഉണ്ടാവില്ല. വെയിറ്റ് ഡോൾസ്. ചൗ 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 ക്രിസ്റ്റഫർ. ചൗ ആൻഡ്രിയ. ചൗ ചൗ ചൗ. ഇത് ടൂ മച്ചാ ചേച്ചി. എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കുക. അടുത്തുള്ളവർക്ക് പോലും നമ്മുടെ പേര് അറിയില്ല. എന്നാൽ ഇവിടെ എല്ലാവർക്കും ചേച്ചിയുടെ പേര് പരിചിതമാണല്ലോ. VIP ആയി പോയി. സോണിയാഗാന്ധി ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് സെറ്റിലായി. ചേച്ചിയാണ് റിവേഴ്സ് ഗിയറിൽ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ആവുന്ന തോന്നണല്ലോ. എന്തൊക്കെ നടക്കോ ആർക്കറിയാം. ചൗ എൻജോയ്. ചൗ എന്ന് കേട്ട് കൺഫ്യൂഷൻ ആകണ്ട. ഇറ്റാലിയൻ ഭാഷയിൽ ഹലോ എന്നാണ് അർത്ഥം. എൻജോയ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്കാണല്ലോ കൂട്ടിക്കൊണ്ട് വരുന്നത്. തിടുക്കപ്പെടാതെ ഫോളോ മീ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. Good We would morning. like to donate blood. ടിഫിൻ കിട്ടുന്ന വന്നത്. ഇപ്പത്തെ ബ്ലഡ് കൊടുക്കാൻ ഞാനില്ല. നോക്കൂ, സ്വാർത്ഥത വ്യസനകരമാണ്, അത് ദുരന്തവുമാണ്. സഹായം മഹത്തരമാണ്, അതിൽ ആനന്ദമുണ്ട്. ഞങ്ങൾക്ക് ആ ആനന്ദം വേണ്ട. Ma'am, we need B positive blood for a patient. Can you arrange B positive blood? യെസ്, 1 second. ഡാഡി! എന്താ മോളെ അർജന്റായിട്ട് വരണമെന്ന് ഫോൺ ചെയ്തത്? എന്തെങ്കിലും വിശേഷിച്ച്? പതിവ് പരിപാടിക്ക് തന്നെ ഡാഡിയുടെ ബ്ലഡ് കൊടുക്കാനാ. എന്റെ ബ്ലഡോ? ഈ എന്താ ഈ പറയുന്നത്? ഷൂട്ടിംഗ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ടെൻഷൻ അറിയാമോ? മാത്രോ സൂപ്പർ സ്റ്റാർ ലൊക്കേഷനിലുണ്ട്. എളേച്ച, ഷൂട്ടിംഗ് നിന്ന കാശ് പോകുന്നേ ഉള്ളൂ. ബ്ലഡ് കൊടുത്താൽ കിട്ടുന്ന പുണ്യമാ. 6 മാസം കൂടുമ്പോ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന ഞാനാകെ ക്ഷീണിതനായി പോകും. അതിന് ആപ്പിൾ തരാലോ? എങ്ങനെയാ ഫോർ ബ്ലഡ് ഡൊണേഷൻ? യെസ് യെസ്, കൊണ്ടുപോയി. അല്ല, ഞാൻ എനിക്ക് പോയിട്ട് തിരക്കുള്ളതാ. 1 ലിറ്റർ ബ്ലഡ് അവർ കുത്തിയെടുത്ത, എന്നിട്ട് ഈ ഒരു ആപ്പിളേ ഉള്ളൂ മോളെ. എളേച്ച, ബി പോസിറ്റീവ്. ബി പോസിറ്റീവ് ആണെങ്കിൽ എന്താ? നോക്കു ചെറിയച്ച, നല്ലത് ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടാ. നിങ്ങൾ നല്ലത് ചെയ്തു, നിങ്ങളുടെ നല്ല ഫലം കിട്ടും. ഇതൊക്കെ വെറുതെ മോളെ. കഴിഞ്ഞ മാസം എന്റെ പ്രൊഡ്യൂസർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടം കൊടുത്തു. എന്നിട്ടോ അയാളിപ്പോ എന്റെ ഫോൺ കണ്ട എടുക്കുന്നുകൂടിയില്ല. ഈ ലോകത്ത് നന്മ ചെയ്യുന്നവർക്ക് ഒരു വിലയില്ല മോളെ. മൊത്തം മനസാക്ഷി ഇല്ലാത്ത ഒരു ലോകം. മോളോട് ഇതൊക്കെ പറഞ്ഞിട്ടെന്താ അല്ലേ? ഹേർട്ട് ചെയ്തു. ഹലോ, ആ അത് ശരി, താങ്ക്സ് ഡാ. എന്താ എളേച്ച? ആ പ്രൊഡ്യൂസർ കാശരാന്ന് പറഞ്ഞു വിളിച്ചതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ നാവ് പൊന്ന മോളെ. നിങ്ങളുടെ അച്ഛന് വിവരമില്ല. ബ്ലഡ് കൊടുക്കൂന്നല്ലാതെ ബുദ്ധിയുണ്ടോ? അവരുടെ ഗ്രൂപ്പ് വേറെ അല്ലേ മോളെ. എന്റെ വിശാല ഹൃദയമൊന്നും അവർക്കില്ല. ഇനി ഇവിടെ നിന്ന് അപകട, പെട്ടെന്ന് സ്ഥലം വിടാം. ഹൃദയം എന്ന് പറഞ്ഞപ്പോഴേ ഓർത്തെ, ഇന്ന് വേൾഡ് ഹാർട്ട് ഡേയാ. ഉടനെ ചൈൽഡ് ഹോസ്പിറ്റലിൽ പോവാ. ദൈവമേ, അവർക്കും കൂടി കൊടുക്കാനുള്ള രക്തം എന്റെ ശരീരത്തിലില്ല. എളേച്ച, ഇനി എന്നെ കൊണ്ട് വയ്യ ചേച്ചി. ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ ബഗേഴ്സ് ആയി നിക്കണോ? എന്താവശ്യത്തിനായത്? അങ്ങനെ അല്ലടി. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്ത് അവരുടെ കണ്ണിലേക്ക് നോക്കിയാ സൈറ്റ് അടിക്കാണോന്ന് ഡൗട്ട് ഉണ്ടാവും. ചേച്ചി, നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പോയി കളക്ഷൻ ഉണ്ടാക്കാൻ നോക്ക്. കളക്ഷൻ ഉണ്ടാക്കാൻ നമ്മളത് തിരുപ്പതിക്ക് നേർച്ചെടുക്കുക. ടോട്ടൽ കളക്ഷൻ 5 യൂറോ ഉണ്ട്. ഇന്നത്തേക്ക് എന്തായാലും അത് മതി. നോ വേ. എന്റെ ടാർഗറ്റ് 10,000 euros പൂർത്തിയാകാതെ ഞാൻ എങ്ങോട്ടുമില്ല. 10,000 യൂറോയോ? അതിന് ബാങ്ക് കൊള്ളയടിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. സേവന താല്പര്യമുള്ളവർക്ക്. എന്താ സേവന താല്പര്യോ? എന്തായാലും നിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പുതിയ ഡിക്ഷണറി വേണം. നിന്റെ ടാർഗറ്റ് പൂർത്തിയാക്കണമെങ്കിൽ മൈക്കിൾ ജാക്സൺ തന്നെ വരണം. നോ, എന്തിനാ സൈറ ഇങ്ങനെ ഫൂളിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? നീ കാരണം എന്റെ മനസമാധാനം തന്നെ ഇല്ലാതായിരിക്കാം. എനിക്ക് മനസ്സിലാവാൻ ചോദിക്കാം, എന്തിനാ എന്റെ ജീവിതം എടുത്ത് ഇങ്ങനെ പന്ത് കളിക്കുന്നത്? നോ സൈറ, ദിസ് ഇസ് ടു മച്ച്. ഹലോ ഹലോ, ഏയ് ഹലോ, പ്ലീസ് വെയിറ്റ്. ഏയ്, ബോസ്, ആ സ്ത്രീ നിങ്ങളെ ഫോളോ ചെയ്ത് താങ്ക്സ് പറയാനല്ലേ? പിന്നെ എന്താ നിങ്ങൾ അവോയ്ഡ് ചെയ്തേ? താങ്ക്സ് പറഞ്ഞ് റിലേഷൻ കട്ടാക്കുന്ന എന്തിനാ? ഇങ്ങനെ അവോയ്ഡ് ചെയ്താൽ രാത്രി മുഴുവൻ എന്നെ കുറിച്ച് ആലോചിക്കും. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്. സഹായം എന്നത് മാനവീയതയാണ്, മഹാമനസ്കതയുടെ ലക്ഷണമാണ്. എനിക്കിപ്പോഴും ഒന്നേ പറയാനുള്ളൂ സൈറ, ഞാനില്ലെങ്കിൽ നീ വളരെ ഹാപ്പിയല്ലേ? അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, ഈ ലോകത്തു നിന്ന് ഞാൻ പോയേക്കാം. ഗുഡ് ബൈ. ഹലോ ജെന്റിൽമാൻ, സ്റ്റോപ്പ്. അവിടെ നിൽക്ക്, ഞാൻ വരുന്നു. അവിടെ നിൽക്ക്, വെറുതെ ചാടി ചാവരുത്. ഏയ്, എന്താ വേണ്ടേ? നിനക്ക് ചാവണോ? ഏയ്, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. പറയാം. എന്തിനാ എന്നെ തടയുന്നേ? ഞാൻ നിങ്ങളെ സഹായിക്കാനാ വന്നത്, അറിയാവോ? അങ്ങനെയാണെങ്കിൽ ചാവാൻ എന്നെ ഹെൽപ്പ് ചെയ്യ്. ചേച്ചി, എന്തായി പറയുന്നേ? ഒരു ദിവസം എന്റെ കൂടെ കഴിയേ. സോറി, ഞാൻ ആ ടൈപ്പ്. ചേച്ചി, ഞാൻ അത്ര ചീപ്പല്ല. കോസ്റ്റ്ലിയാ?
ഓ ഇയാളൊരു മന്ദബുദ്ധിയാ മരങ്ങോടൻ. പിന്നെന്തിനാ കൂടെ കഴിയാൻ കൂടെ പറഞ്ഞു? കഴിയാൻ പറഞ്ഞത് എന്റെ കൂടെ 1 ഡേ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ വില പറഞ്ഞു തന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ബോധ്യപ്പെടുത്താനാ. പ്ലീസ് 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 ട്രസ്റ്റ് മീ. എന്റെ വാക്ക് ഒന്ന് കേക്ക്. 1 ഡേ ഡോണ്ട് ഓക്കേ 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 ഓക്കേ. ചാവാനുള്ള എന്റെ ഫ്രസ്ട്രേഷനേക്കാളും ജീവിപ്പിക്കാനുള്ള നിന്റെ ഫ്രസ്ട്രേഷൻ മോർ ഡേഞ്ചറസാ. താങ്ക്സ് അപ്പാ. ക്യാച്ച് ചെയ്തല്ലോ. ചാകാൻ പോകുന്നവന്റെ ആഗ്രഹം ചോദിക്കുന്നതിന് പകരം അവനോട് ആഗ്രഹം പറയുന്നു. അതുകൊണ്ട് ഒരു ദിവസം അനുവദിക്കാൻ ഞാൻ, ബട്ട് ഓൺ 1 കണ്ടീഷൻ. എന്താണാവോ അത്? എനിക്ക് ജീവിതത്തോട് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ നീ തന്നെ എന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. ടാക്സിക്ക് കൊടുക്കാൻ പോലും എന്റെ ഈ കാശില്ല. ഓക്കേ ഡൺ. Ciao Janaki madam. ചോ പീറ്റർ. No Peter. Now I am Peter Ganesh. Please sit down madam. I will get you something. പീറ്റർ ഗണേഷ്. ആ പേരിന്റെ പിന്നിൽ ഒരു വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എനിക്കതിനുള്ള പേഷ്യൻസ് ഇല്ല. പിന്നല്ലാതെ ചാവാൻ പോകുന്ന എന്നോട് മന്ത്രി ഗണേശൻ പീറ്റർ ഗണേശൻ എന്നൊക്കെ പറയുന്നതിനാ? ഫ്രസ്ട്രേറ്റ് ആവാതെ മുഴുവൻ കേക്ക്. ഈ പീറ്ററും നിങ്ങളെ പോലെ സൂയിസൈഡ് കേസായിരുന്നു. സെയിം സ്പോട്ട്. ഓൺ ദ സ്പോട്ട് ചെന്നതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റി. അയാളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം എന്താ പീറ്റർ എന്ന് അന്വേഷിച്ചു. അയാള് പല പല ബിസിനസ് ചെയ്തു, നശിച്ചുപോയി. അപ്പോ ഒരു ബിസിനസ് മാത്രം ചെയ്യണമെന്ന് പറയുന്നത്? അയ്യോ, അത് നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിച്ചു നോക്കണം. അപ്പോ എന്റെ സൈറോട് ചോദിക്കണോ? എക്സാക്ട്ലി. നോക്കൂ പീറ്റർ, നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യം ഉണ്ടായില്ലേ, അതുപോലെ ജീവിക്കാനും ധൈര്യം കാണിക്കണമെന്ന് പറഞ്ഞ് കൗൺസിൽ ചെയ്ത് സിംഗിൾ സിറ്റിംഗ് സെറ്റ് ചെയ്തു. വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഗണേശ വിഗ്രഹം കൊടുത്തു. ആക്ച്വലി അത് വിഗ്രഹമല്ല, വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ബിസിനസ് പീക്കായി, പ്രോബ്ലം വീക്കായി. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഡെത്ത് ഈസ് ഹോറിബിൾ എന്ന് തിരിച്ചറിഞ്ഞു. ഇതിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പാകപ്പെടുത്തിയെടുത്ത മനസ്സിന് പറഞ്ഞു കൊടുക്കുന്നത് എളുപ്പത്തിൽ ബോധ്യമാകുമെന്ന്. ബ്രെയിൻ വാഷിംഗിന്റെ പണി ശരിയാണെങ്കിൽ ലൈഫ് ചെറിയ ടച്ചപ്പിൽ ശരിയാക്കാവുന്ന. ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുക്കാൻ പീറ്ററിനെ പോലെ ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ല എനിക്ക്, സൈക്കോളജിക്കൽ പ്രോബ്ലം, ലവ് പ്രോബ്ലം. എനിക്ക് മനസ്സിലായി. അന്ന് പീറ്ററിന് സിംഗിൾ സിറ്റിംഗ് ശരിയാക്കിയില്ലേ, നിങ്ങൾക്കും അതുപോലൊന്ന് വേണോ? ഞാൻ ഈ സ്റ്റാച്ചു എന്ത് പഠിക്കാനാ? കൺട്രോളിംഗ്. Ciao Janaki madam. ഈ ജെയിംസ് ഒരിക്കൽ നൊട്ടോറിയസ് പിക് പോക്കറ്റർ ആയിരുന്നു. അയാളിന്ന് എനിക്കെന്താ കിട്ടുക? പേഷ്യൻസ്. കല്ലിൽ കൊത്തിവെച്ച പ്രതിമ പോലെ ഇയാൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടില്ലേ? മനസ്സിലായി. ഇയാളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കാനാ നിന്റെ പരിപാടിയല്ലേ? കറക്റ്റ്. ഒരിക്കൽ ജനങ്ങളുടെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്ന ഇയാൾക്ക് ഇപ്പൊ ജനങ്ങളെ കാശ് കൊടുത്തോണ്ടിരിക്കുക. കണ്ടില്ലേ? ആളിനെ കിട്ടിയോ? നീ കഥ പോയേനെ. ഞാൻ സമയത്തിന് എത്തിയതുകൊണ്ട് കൈ കിട്ടി. പേര് രാംരാജ്. മൈ കസിൻ ഡിങ്കി പിങ്കി. ഡോങ്കിയെന്നോ? ഫീൽ ചെയ്യണ്ട, ഫ്രസ്ട്രേഷനില്ല. ലവർ ചീറ്റ് ചെയ്തു. കണ്ടിട്ട് ഇയാളെ ചീറ്റ് ചെയ്ത പോലെയാണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? സമാധാനിപ്പിക്കാൻ വിളിച്ചോണ്ട് വന്നിട്ട് എല്ലാവരും ചേർന്ന് കളിയാക്ക. ആ സൈറ കാരണം ഞാൻ ചാവാന്ന് വെച്ചതാ. എന്റെ കയ്യിലാണെങ്കിൽ 10 ക്യാഷില്ല. നീ ചെയ്തത് മോശമാണെന്ന് തോന്നില്ലേ? എന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, മോനെ രാമരാജ നീ വിഷമിക്കണ്ടാ, ഞാനുണ്ടെന്ന് ധൈര്യം തന്നിട്ട് കാണിക്ക്. എവിടെയാ ഉള്ളേ? കാണിച്ചേ. എന്നെ വിട്ടേക്ക്, ഞാൻ പോയി ചത്തോളാം. എന്നെ വിട്. വിടാൻ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെ. ഡോണ്ട് വറി, റിലാക്സ്. അവന്റെ നമ്പർ എനിക്കിപ്പോ മനസ്സിലാവുന്നു. സ്നേഹബന്ധം എന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കുന്ന പോലെ. ഫുട്ബോൾ എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. ജീവിതം പന്തുകൾ തന്നെയാ. കയ്യിലെ പന്ത് നഷ്ടപ്പെട്ടെന്ന് വെച്ച് കളി നിർത്തുവോ? ഒരു പുതിയ പന്ത് വാങ്ങിക്കും. അങ്ങനെ ഈ സൈരഭാന പോയാ വേറൊരു ഉദയഭാനു. ആക്ച്വലി നിങ്ങൾക്കുള്ള പ്രോബ്ലം എന്താ? ആഫ്റ്റർ ഓൾ ലവ് ഫെയിലിയർ. പിറന്നപ്പോഴേ അനാഥനായി പോയ ഒരുത്തൻ എന്റെ അടുത്തുണ്ട്. അവനെ വഴിന്ന് എനിക്ക് കിട്ടിയതാ. അതിനെ ആരാ വിട്ടത്? ദൈവം ഉപേക്ഷിച്ചവൻ. 3-ാം നാൾ അമ്മ മരിച്ചു, 13-ാം നാൾ അച്ഛനും. നെക്സ്റ്റ് വീക്ക് ബ്രദറും പോയോ? അത്രയും ഗ്യാപ്പില്ല. അടുത്ത സെക്കൻഡിൽ ബ്രദറും അമ്മാവനും കൂടി ഒരുമിച്ച് മരിച്ചു. എന്റെ അമ്മേ.